നടൻ ഉണ്ണി മുകുന്ദനുമായുള്ള സൗഹൃദം പങ്കുവച്ച് നടി പ്രാചി തെഹ്ലാൻ. മാമാങ്കം സിനിമയുടെ സെറ്റിൽ വെച്ചാണ് തങ്ങളുടെ സൗഹൃദം ആരംഭിക്കുന്നതെന്നും പ്രാചി പറയുന്നു. കുട്ടിത്വം നിറഞ്ഞ നിഷ്കളങ്കത കണ്ണിൽ സൂക്ഷിക്കുന്ന സുഹൃത്താണ് ഉണ്ണിയെന്ന് പ്രാചി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. 2018 മാമാങ്കത്തിനായി തയ്യാറെടുക്കുന്ന സമയത്താണ് ഉണ്ണി മുകുന്ദനെ ആദ്യമായി കാണുന്നത്. സ്ത്രീവേഷത്തിലുള്ള ചാണക്യതന്ത്രം സിനിമയുടെ പോസ്റ്ററിൽ വളരെ പുതുമയുള്ളതായി തോന്നിയ ആ പോസ്റ്റർ എൻ്റെ മനസ്സിൽ പതിഞ്ഞു. ഇത്രയും മനോഹരമായി അത് ചെയ്തതാരാണെന്ന് അന്ന് ഞാൻ ചിന്തിച്ചു. തൊട്ടടുത്ത വർഷം 2019 ഞങ്ങൾ മാമാങ്കത്തിൽ ഒന്നിച്ച് അഭിനയിക്കുമെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദം ആരംഭിച്ചത്. പ്രത്യേകിച്ച് ഷൂട്ടിംഗ് സെറ്റിൽ എന്നോട് വളരെ ഒഴുക്കോടെ ഹിന്ദി സംസാരിക്കാൻ കഴിയുന്ന ഒരാളെ കിട്ടിയപ്പോൾ അന്നു മുതൽ ഞാൻ കണ്ടിട്ടുള്ള ഉണ്ണിയാണ് ഇപ്പോഴും എന്നാണ് നടി കുറിച്ചത്. ഉണ്ണിയുടെ യഥാർത്ഥ വശത്തെക്കുറിച്ച് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എന്നാൽ എൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ സ്ക്രീനിന് പുറത്ത് കുട്ടിത്തം നിറഞ്ഞ നിഷ്കളങ്കത എപ്പോഴും കണ്ണുകളിൽ സൂക്ഷിക്കുന്ന സുഹൃത്തിനെയാണ് ഞാൻ കാണുന്നത്. ചിലർക്ക് അദ്ദേഹം ശാഠ്യക്കാരനായിരിക്കാം, എന്നാൽ അതൊക്കെ തന്നെയാണ് അവനെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. ഒരു നടൻ എന്നതിലുപരി മികച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. യാതൊരു സിനിമാ പാരമ്പര്യവുമില്ലാതെ സ്വയപ്രയത്നത്താൽ സ്വന്തം പേര് കെട്ടിപ്പടുത്തുക ഒന്നാം തലമുറ നടനാണ് ഉണ്ണി. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏറ്റവും ചെറിയ കാര്യങ്ങൾക്കും തമാശകൾക്കും പൊട്ടിച്ചിരിക്കാനും പരസ്പരം കളിയാക്കാനും ഒട്ടും വിരസതയില്ലാതെ മണിക്കൂറുകളോളം സംസാരിക്കാനും തങ്ങൾക്ക് സാധിക്കാറുണ്ടെന്നും ഇതാണ് തങ്ങളുടെ ലളിതമായ സൗഹൃദമെന്നും പ്രാചി കുറിച്ചു. തനിക്ക് ഏറെ ഇഷ്ടമുള്ള ടീ ഡേറ്റുകൾക്ക് കൊണ്ടുപോകുന്ന ഏക സുഹൃത്ത് ഉണ്ണിയാണെന്നും പ്രാചി കൂട്ടിച്ചേർത്തു. പരസ്പരം കളിയാക്കലുകളും തമാശകളും പിണക്കങ്ങളുമായി കഴിഞ്ഞ 7 വർഷത്തെ സൗഹൃദത്തിൻ്റെ ഓർമ്മകൾ പങ്കുവച്ച പ്രാചി ഉണ്ണി മുകുന്ദൻ ഫിലിംസിൻ്റെ പുതിയ ചുവടുവെപ്പുകൾക്ക് അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നു. ഈ വഴി ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് അറിയാമെന്നും എന്നാൽ താൻ എപ്പോഴും കൂടെയുണ്ടാകുമെന്നും പറഞ്ഞ പ്രാചി പുഞ്ചിരിയോടെ ജനങ്ങളെ എന്നും വിനോദിപ്പിക്കാൻ സൂപ്പർമാന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിച്ചത്.